Hi, welcome to Lash Class. പൊളിറ്റിക്കൽ ഐഡിയാസ് കൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയോളജീസിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റം, അതിൻ്റെ അനാലിസിസ് എന്നീ കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിനകത്ത് വരുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് ഉപയോഗിക്കാൻ കഴിയാവുന്ന അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പൊളിറ്റിക്കൽ സിസ്റ്റം, സ്റ്റേറ്റ്, ഗവൺമെൻറ് എന്നിവയ്ക്ക് പകരം വിശാല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം. രാഷ്ട്രീയ സംവിധാനം നമുക്ക് മലയാളത്തിൽ അങ്ങനെ വിളിക്കാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ പൊളിറ്റിക്സിൽ പഠിക്കുന്ന ഗവൺമെന്റ് എന്നുള്ള സംവിധാനം, നമ്മൾ ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്, അതുപോലെ ബ്യൂറോക്രസി എന്നുള്ള ഗവൺമെന്റിന്റെ വിവിധ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും വരുന്നത്. പക്ഷെ കുറച്ചുകൂടി വിശാല അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഈ പറഞ്ഞ സംവിധാനങ്ങൾക്ക് പുറമെ, ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും മറ്റും പുറമെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ, മാധ്യമങ്ങൾ അവയെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ വിശാല അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പദമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഇന്റർ ഡിപ്പെൻഡന്റ് അഥവാ പരസ്പരം ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ ഉൾപ്പെടുന്നു. നമുക്കറിയാം, ഈ ജുഡീഷ്യറി ആണെങ്കിലും ലെജിസ്ലേറ്റീവ് ആണെങ്കിലും അതുപോലെ ബ്യൂറോക്രസി ആണെങ്കിലും എല്ലാം പരസ്പരം ആശ്രയിക്കുന്ന സംവിധാനങ്ങളായിട്ടാണ് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ഉണ്ടാവുക. ഭരണ സ്ഥാപനങ്ങളെ വിശദീകരിക്കുന്നതിന് പുറമെ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജുഡീഷ്യറി അല്ലെങ്കിൽ ഈ ബ്യൂറോക്രസി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളെ വിശദീകരിക്കുന്നതിന് പുറമെ അതിനെ സ്വാധീനിക്കുന്ന മറ്റ് കാര്യങ്ങൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിലെ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ, മാധ്യമങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കൂടിയൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, മാധ്യമങ്ങൾ, ജാതി മത സാഹചര്യങ്ങൾ, അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, അവിടെ ഉണ്ടാകുന്ന മറ്റ് ആശയ പ്രചരണങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം. ഇനി പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ സവിശേഷതകളാണ് പറയുന്നത്. ഒന്ന്, യൂണിവേഴ്സാലിറ്റി ഓഫ് സിസ്റ്റം. ഏത് തരത്തിലുള്ള സംവിധാനമാണെങ്കിലും അവയ്ക്ക് കൃത്യമായൊരു ഘടന ഉണ്ടായിരിക്കും. നമുക്കറിയാം, പലതരത്തിലുള്ള പൊളിറ്റിക്കൽ സിസ്റ്റംസ് ലോകത്ത് പല രാജ്യങ്ങളിലുണ്ട്. ഇന്ത്യ നമുക്കറിയാം ജനാധിപത്യ രാജ്യമാണ്. ഇനി ജനാധിപത്യം ഇല്ലാത്ത ഒരു പാർട്ടി മാത്രമുള്ള സംവിധാനം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയിലുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യത്തിൽ തന്നെ വ്യത്യസ്ത രീതികളിൽ തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയൊക്കെ വരുന്ന പല പല സംവിധാനങ്ങളിലായിട്ട് നമുക്കറിയാം. പക്ഷെ ഏത് സംവിധാനമാണെങ്കിലും അവയ്ക്കൊരു ഘടന ഉണ്ടായിരിക്കും. ജനാധിപത്യം ആണെങ്കിലും അല്ലെങ്കിലും, ഇനി ഏത് അളവിലുള്ള ജനാധിപത്യമാണ് എന്നുണ്ടെങ്കിൽ തന്നെയും അവിടുത്തെ ഈ ഭരണക്രമത്തിന് ഒരു ഘടന ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സവിശേഷത. യൂണിവേഴ്സാലിറ്റി ഓഫ് സ്ട്രക്ചേഴ്സ്. പ്രത്യേക കർത്തവ്യങ്ങൾക്ക് പ്രത്യേക സംവിധാനങ്ങളുള്ള ഘടന ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഘടന ഉണ്ടാവുന്നുള്ളത്, അതായത് ഇപ്പോൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം, അതുപോലെ കോടതികൾ, അതുപോലെ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു വിഭാഗം എന്നുള്ള രീതിയിൽ ഓരോ കർത്തവ്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും ഈ ഘടന ഉണ്ടായിരിക്കുക. യൂണിവേഴ്സാലിറ്റി ഓഫ് ഫങ്ഷൻസ്. ഭരണം, പ്രാതിനിധ്യം തുടങ്ങിയവയുടെ കൂടെ മാധ്യമങ്ങൾ, സംഘടനകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളെ കൂടി കുറിച്ച് പരിഗണിക്കുന്നുണ്ട്. ഇവിടെ ഫങ്ഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം, ഈ ഭരണ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഫങ്ഷൻസ് മാത്രമല്ല, അവിടെ വരുന്ന പ്രാതിനിധ്യം, അതായത് തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ടോ, ഏത് രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്, ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണോ തുടങ്ങിയ അത്തരം കാര്യങ്ങൾ. അതുകൂടാതെ മറ്റ് മാധ്യമങ്ങൾ, രാഷ്ട്രീയവും അതുപോലെ തന്നെ ആക്ടിവിസ്റ്റുകളുമായിട്ടുള്ള സംഘടനകൾ, അങ്ങനെയുള്ള എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ കുറിച്ചുകൂടി ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. മൾട്ടി ഫങ്ഷണാലിറ്റി ഓഫ് പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ്. ഇനി ഈ ഘടകങ്ങൾ ഒന്നിലധികം കർത്തവ്യങ്ങൾ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഘടകം എന്നുള്ളതാണ് പറയുക എന്നുണ്ടെങ്കിലും അതിലധികം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിപീഠം തുടങ്ങിയവ ഒന്നിലധികം കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നു. ഇപ്പോൾ ലെജിസ്ലേറ്റീവിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അവരാണ് നിയമം നിർമ്മിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം, ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് ജുഡീഷ്യൽ റിവ്യൂ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. ആ രീതിയിൽ ഈ കോടതിയുടെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് നിയമങ്ങളുടെ വ്യാഖ്യാനവും നിയമങ്ങൾ ഉണ്ടാവുന്നതൊക്കെ നമുക്കറിയാം. ആ രീതിയിൽ നമുക്ക് ഒരു ഘടകം തന്നെ ഒന്നിലധികം ഫങ്ഷൻസ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുകൂടാതെ നമുക്കറിയാം, ഈ MLA അഥവാ ഈ നിയമസഭയിലെ അംഗങ്ങൾ എന്നുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് നിയമനിർമ്മാണമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ MLA ഫണ്ട് എന്നുള്ള രീതിയിലൊക്കെ വികസന കാര്യങ്ങളിലും, അതായത് ബ്യൂറോക്രസി ചെയ്യേണ്ട കാര്യങ്ങളിലും അവർ പങ്കാളികളാവുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ രീതിയിൽ ഒന്നിലധികം ഫങ്ഷൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ സിസ്റ്റം ഉണ്ടാവുന്നത്. കൾച്ചറലി മിക്സ്ഡ് ക്യാരക്ടർ ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം.
ഇനി പരസ്പര സാദൃശ്യങ്ങൾ പ്രകടിപ്പിക്കുന്ന സംവിധാനങ്ങളാണ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് എല്ലാം. പൂർണ്ണമായും തനതായ ഒരു സംവിധാനം ഇല്ല. നമുക്കറിയാം പല രാജ്യങ്ങളിലും ഈ ഭരണ സംവിധാനങ്ങളിൽ, ഫെഡറൽ തത്വങ്ങളിൽ, അതുപോലെ തിരഞ്ഞെടുപ്പ് രീതികളിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെങ്കിലും അടിസ്ഥാനപരമായിട്ട് എല്ലാം തമ്മിലൊരു സാദൃശ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അടുത്തത്, ഈ പൊളിറ്റിക്കൽ സിസ്റ്റം അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് രീതികളെ കുറിച്ചിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസുമാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യം വരുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസ് ആണ്. ഡേവിഡ് ഈസ്റ്റൺ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് ആണ് ഈ ഒരു ഘടന രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത്. ഇതിൽ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻപുട്ട് അതുപോലെ ഔട്ട്പുട്ട് എന്നുള്ള രണ്ട് ഘടകങ്ങളാണ് വരുന്നത്. ഇൻപുട്ടിനകത്ത് ഉദ്ദേശിക്കുന്നത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കപ്പെടുകയോ ചെയ്യുന്ന ഡിമാൻഡ്, സിസ്റ്റത്തിന് നൽകുന്ന പിന്തുണയായ സപ്പോർട്ട് എന്നീ കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരിക്കും, അതുപോലെ നമ്മൾ ഗവൺമെന്റിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. ആ രീതിയിൽ ഗവൺമെന്റിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് രീതിയിലുള്ള ഇൻപുട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡിമാൻഡ് ആണ്, നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. പിന്നെ സപ്പോർട്ടാണ്. ആദ്യം നമുക്ക് ഡിമാൻഡ് നോക്കാം. വിവിധ സേവനങ്ങൾ, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട്, ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ ചിലപ്പോൾ റോഡ്, പാലം, അങ്ങനെയൊക്കെയുള്ള പല സേവനങ്ങൾ നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ആവശ്യപ്പെടുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ട്. ആ ആവശ്യങ്ങൾ ഗവൺമെന്റിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഇൻപുട്ടാണ്. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും പെരുമാറ്റത്തിലുള്ള നിയന്ത്രണങ്ങൾ, നമുക്കറിയാം ആളുകളുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, അതുപോലെ സ്ഥാപനങ്ങളുടെ, അതായത് കച്ചവട സ്ഥാപനങ്ങൾ, വ്യാപാരത്തിലൊക്കെ ഗുണനിലവാരം ഉൾപ്പെടുത്തണം, അതായത് നമ്മൾ മായം കലർത്തിയിട്ടുള്ള വിൽപ്പന പാടില്ല, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിയമങ്ങൾ വേണമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഗവൺമെന്റിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരം നിയന്ത്രണങ്ങൾ. രാഷ്ട്രീയ പങ്കാളിത്തം, അതായത് വോട്ട് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സംഘടനാ സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗവൺമെന്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൂടാതെ ആശയവിനിമയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ പദ്ധതികളെ കുറിച്ചിട്ട്, നാടിന്റെ അവസ്ഥയെ കുറിച്ചിട്ട് ഗവൺമെന്റ് നമ്മളോട് സംസാരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൂടാതെ ഈ പ്രളയം, അതുപോലെ തന്നെ മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം ഒക്കെ നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു സമൂഹം ഗവൺമെന്റിൽ നിന്ന് ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻപുട്ട് എന്ന രീതിയിൽ നമ്മൾ ഡിമാൻഡിന്റെ സെക്ഷനിൽ പറയുന്നത്. ഇനി നമുക്ക് സപ്പോർട്ടാണ് നോക്കാനുള്ളത്. ഇനി സപ്പോർട്ടാണ് ഒരു സമൂഹം പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് ഏതൊക്കെ രീതിയിൽ എന്നുള്ളതാണ് പറയുന്നത്. നികുതി തുടങ്ങിയിട്ടുള്ള ഭൗതിക പിന്തുണ, സർക്കാരിന് വരുമാനം ഉണ്ടാവുന്ന തരത്തിൽ ഉണ്ടാവുന്ന ഒരു പിന്തുണയാണ്. വിവിധ തരത്തിലുള്ള നികുതികൾ, മറ്റ് ഫീസുകൾ എന്നുള്ള രീതിയിലൊക്കെ ഈ ഗവൺമെന്റ് കളക്ട് ചെയ്യുന്ന ഈ പണം ഈ പൗരന്മാര് അല്ലെങ്കിൽ സമൂഹം നൽകുന്നു എന്നുള്ളതാണ് ഒരു പിന്തുണ. നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുക്കുന്ന ഒരു പിന്തുണയാണ്. അങ്ങനെ നിയമം അനുസരിക്കാത്ത ആളുകളെ നമ്മൾ അരാജകവാദികൾ എന്നൊക്കെയാണല്ലോ പറയുക. രാഷ്ട്രീയ സംവിധാനത്തിൽ പങ്കാളിത്തം, അതായത് വോട്ട് ചെയ്യുക, അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളിലും മറ്റും പങ്കെടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഒരു പിന്തുണ കൊടുക്കുന്നു. അതായത് ഏത് രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം, എങ്ങനത്തെ നിയമമാണ്, എന്തൊക്കെ പോളിസിയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആരോഗ്യകരമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ആയിരിക്കും നമുക്കറിയാം. ആ രീതിയിൽ അവരുടെ പങ്കാളിത്തം ഒരു സപ്പോർട്ടാണ്. ഇനി ആശയവിനിമയം ശ്രദ്ധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറയേണ്ട ഈ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശയവിനിമയം, അത് ഈ പറയുന്നത് പോലെ പുതിയ നയങ്ങളെ കുറിച്ചിട്ടോ മറ്റു പ്രഖ്യാപനങ്ങളോ ഒക്കെ ആയിരിക്കാം, അത് ശ്രദ്ധിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഈ കോവിഡ് സമയത്ത് ഒരുപാട് ആശയവിനിമയം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ ഇതുപോലെ ഈ ആശയവിനിമയം നടക്കും. അതുകൂടാതെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് നമ്മൾ പൊതുവിൽ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ബഹുമാനിക്കുക. അതുകൂടാതെ നമുക്കറിയാം ദേശീയ പതാക, അതുപോലെ ദേശീയ ഗാനം, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ബഹുമാനിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുക്കുന്ന സപ്പോർട്ട്. ഇനി ഇപ്പൊ നമ്മൾ ഇൻപുട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ഡിമാൻഡും ഒന്ന് സപ്പോർട്ടുമാണ് ഉള്ളത്. അതാണ് നമ്മൾ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് കൊടുക്കുന്നത്.
ഇനി പൊളിറ്റിക്കൽ സിസ്റ്റം തിരിച്ച് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഡിമാൻഡുകളുടെ ഒക്കെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നടപ്പിലാക്കുന്ന തീരുമാനങ്ങളും നയങ്ങളുമാണ് പൊതുവിൽ ഔട്ട്പുട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ നികുതി തുടങ്ങിയവയുടെ പിരിവ്, അതായത് എത്ര അളവിൽ, ഇപ്പോൾ ഇൻകം ടാക്സിന്റെ പരിധി എത്ര ആയിരിക്കണം, GST എത്ര നിരക്കിലായിരിക്കണം, അങ്ങനെയുള്ള രീതിയിൽ എത്ര അളവിൽ ഇത് പിരിക്കണം തുടങ്ങിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നയവും അതുപോലെ തന്നെ തീരുമാനങ്ങളുമാണ്. അത്തരം കാര്യങ്ങൾ ഔട്ട്പുട്ടാണ്. പെരുമാറ്റവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നമ്മൾ നേരത്തെ പറയേണ്ടായി വ്യക്തികളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും ഒക്കെ പെരുമാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തുന്നുണ്ട്, അത് ഔട്ട്പുട്ടാണ്. സേവനങ്ങൾ, വിദ്യാഭ്യാസവും ആരോഗ്യവും അതുപോലെ തന്നെ പൊതുഗതാഗതം എന്നുള്ള രീതിയിലൊക്കെ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ നടക്കുന്നുണ്ട്, അത് പൊളിറ്റിക്കൽ സിസ്റ്റം സമൂഹത്തിന് കൊടുക്കുന്ന ഔട്ട്പുട്ടാണ്. പിന്നെ പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങുകൾ, അത് നമ്മൾ സ്വാതന്ത്ര്യ ദിനം, റിപ്പബ്ലിക് ദിനം എന്നുള്ള രീതിയിൽ, മറ്റ് ദേശീയ പ്രാധാന്യമുള്ള ദിനം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രതീകാത്മകമായിട്ട് ഒരു യൂണിറ്റിയുടെ, ഐക്യത്തിൻ്റെയൊക്കെ സൂചന നൽകുന്ന രീതിയിലുള്ള ചടങ്ങുകൾ, കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് സമൂഹത്തിന് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, ഇൻപുട്ട് സമൂഹം ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, അതായത് ഒന്ന് അവരുടെ ആവശ്യങ്ങളാണ്, രണ്ട് അവരുടെ പിന്തുണയാണ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ട് സമൂഹത്തിലേക്ക് തിരിച്ച് ഈ പൊളിറ്റിക്കൽ സിസ്റ്റം കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഔട്ട്പുട്ടിനകത്ത് പറയുന്നത്. അടുത്തത് വരുന്നത് ഫീഡ്ബാക്ക് ആണ്. ഈ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും ശേഷം ഈ ഔട്ട്പുട്ട് സംബന്ധിച്ച അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. നമുക്കറിയാം, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരു കാര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം പറയുന്നതാണ്. ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അധികം ഓർമ്മ വരുന്നത് ഇലക്ഷൻ ആണ്. കാരണം വോട്ട് എടുക്കുന്ന സമയത്താണ് ആ ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചിട്ടുള്ള ഫീഡ്ബാക്ക് ഒരു സമൂഹം കൊടുക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെയോ അല്ലെങ്കിൽ നമുക്കറിയാം മറ്റു രാഷ്ട്രീയ മാർഗങ്ങളിലൂടെ, അതായത് പ്രതിഷേധങ്ങളോ സമരങ്ങളോ അല്ലെങ്കിൽ ഗവൺമെന്റിന് ഐക്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള മറ്റ് ഈ പ്രകടനങ്ങളോ ഒക്കെ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. ഫീഡ്ബാക്ക് തുടർ പ്രവർത്തനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നു. അപ്പൊ ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് ആണ് കിട്ടുന്നത് എന്നതനുസരിച്ചിട്ടാണ് തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് ജനങ്ങളിൽ നിന്ന് മോശം ഫീഡ്ബാക്ക് ആണ് വരിക എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നെ ആ കാര്യം ചെയ്യുന്നതിൽ ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാവും. അങ്ങനെയുള്ള രീതിയിൽ നമുക്കറിയാം ഈ ഒരു സർക്കിൾ ആയിട്ടാണ് ഈ ഒരു സംവിധാനം നടക്കുന്നത് എന്നുള്ളതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിനകത്ത് പറയുന്നത്. ഒന്ന്, നമ്മൾ ഇൻപുട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഡിമാൻഡും നമ്മുടെ സപ്പോർട്ടും പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് കൊടുക്കുന്നു. ഔട്ട്പുട്ടായിട്ട് ഗവൺമെന്റിന്റെ തീരുമാനങ്ങളും അതുപോലെ നയങ്ങളും ഈ സമൂഹത്തിലേക്ക് വരുന്നു. അതിന് നമ്മൾ വിലയിരുത്തിയിട്ടൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു. ആ ഫീഡ്ബാക്കിനെ ആശ്രയിച്ചിട്ടാണ് തുടർന്ന് എങ്ങോട്ട് എങ്ങനെ പോകണം എന്നുള്ള കാര്യം ഈ പൊളിറ്റിക്കൽ സിസ്റ്റം തീരുമാനിക്കുന്നത്, അതിൽ സ്വാധീനിക്കപ്പെടുന്നത്. ഇനി ക്രിറ്റിസിസം, ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമാണ് പറയുന്നത്. സംവിധാനത്തിന്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു സമൂഹത്തിനകത്തുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് വിവരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഈ ഒരു സിസ്റ്റത്തിന്റെ, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിന്റെ ഒരു ഗുണമാണ്. എന്നാൽ മാറ്റങ്ങളും മറ്റ് സംവിധാനങ്ങളുടെ സാധ്യതയും പരിഗണിക്കുന്നില്ല. അതായത് നമ്മൾ പറയുകയുണ്ടായി, ഇന്ന് കാണുന്ന ജനാധിപത്യ രീതി പെട്ടെന്നൊരു ദിവസം ഉണ്ടായതല്ല. ഇത് പല പല അവസ്ഥകളിലൂടെ കടന്നുപോയി കൊണ്ടുവന്നിട്ടുള്ള രീതിയാണ്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനകത്ത്, ഈ ഒരു ജനാധിപത്യ രീതിക്കകത്ത് ഒരു മാറ്റം ഉണ്ടാവുക, വേറൊരു രീതി ഉണ്ടാവുക. അതുപോലെ നമ്മൾ പറയേണ്ടായി, പല രാജ്യങ്ങളിലും പല സിസ്റ്റങ്ങളാണുള്ളത്, അതിൽ ഏത് സിസ്റ്റമാണ് നല്ലത്, അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു ചർച്ചയിലേക്ക്, അങ്ങനെയുള്ള ഒരു പഠനത്തിലേക്ക് ഈ ഒരു അനാലിസിസ് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പോരായ്മ. അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അത് ഇവിടെ ഇങ്ങനെ തന്നെ നിൽക്കും. അതിൽ എങ്ങനെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് മാത്രമാണ് ഈ ഒരു ഫോക്കസ് വരുന്നത്. അതല്ലാതെ കോടതിയുടെ രീതി അല്ലെങ്കിൽ ബ്യൂറോക്രസിയുടെ രീതി, ലെജിസ്ലേറ്റീവിന്റെ രീതി, ഈ ഒരു രീതിയാണ് ഇവിടെ നിലവിലുള്ളത്. ഇതല്ലാതെ വേറെ ഏതെല്ലാം രീതികളുണ്ട്, അങ്ങനെയുള്ള രീതിയിലേക്ക് ഒരു പഠനം പോകുന്നില്ല എന്നുള്ളതാണ് ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് അനാലിസിസിന്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. ഇനി മുടിവുള്ള ലാസ്റ്റ് വരുന്നത് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് ആണ്. ഒരു സമൂഹത്തിലെ ഫങ്ഷൻസ് അഥവാ പ്രവൃത്തികൾ നിരീക്ഷിക്കുകയും അതിനു പുറകിലെ സ്ട്രക്ചർ അഥവാ ഘടന മനസ്സിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസിൽ വരുന്നത്. അതായത് ആദ്യം തന്നെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ പ്രവൃത്തികളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു നിയമം നിർമ്മിക്കണം എന്നുള്ളതാണ് അവിടെ നടക്കുന്ന പ്രവൃത്തി, അല്ലെങ്കിൽ ഒരു നിയമം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ നടന്നിട്ടുള്ള പ്രവൃത്തി. അപ്പോൾ ആ നിയമം നടപ്പിലാക്കുന്നതിന് അവർ ഏത് പ്രോസസ്സിലൂടെയാണ് കടന്നുപോയത് എന്നുള്ളത് അതിനുശേഷമാണ് നോക്കുന്നത്.
അതുപോലെ വരുന്നത് നമുക്കറിയാം, ഈ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ ഒരു വിധി പ്രസ്താവം നടന്നു, ആ രാജ്യത്ത് ഒരു വിധി പ്രസ്താവം നടന്നു, നമ്മൾ അതിനെ കുറിച്ചിട്ട് കേട്ടു. അപ്പൊ നമ്മൾ ആ വിധി പ്രസ്താവം നടക്കുക എന്നുള്ളതാണ് അവിടെ നടന്നിട്ടുള്ള ഫംഗ്ഷൻ. അപ്പൊ അവിടുത്തെ കോടതി സംവിധാനം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ പിന്നീട് അതിൽ പരിശോധിക്കുന്നു. ആ രീതിയിൽ ഒരു സമൂഹത്തിലെ ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടെത്തുകയും ആ ഫംഗ്ഷൻ കണ്ടെത്തിയതിന് ശേഷം ആ ഫംഗ്ഷന് പുറകിലുള്ള ഒരു സിസ്റ്റം ഏതാണ്, ഘടന ഏതാണ് എന്നുള്ളത് പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഗബ്രിയേൽ ആൽമണ്ട്, ജെയിംസ് കോൾമാൻ എന്നിവർ പാശ്ചാത്യ ഇതര രാജ്യങ്ങളിൽ രാഷ്ട്രീയ ഘടന പഠിക്കുന്നതിനായിട്ട് രൂപീകരിച്ചു. അതായത് പാശ്ചാത്യ ഇതരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂറോപ്പ് അല്ലാത്ത, വെസ്റ്റേൺ അല്ലാത്ത, അമേരിക്ക യൂറോപ്പ് അല്ലാത്ത മറ്റ് രാജ്യങ്ങളിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗബ്രിയേൽ ആൽമണ്ട്, ജെയിംസ് കോൾമാൻ എന്നിവർ ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ള ഒരു രീതി കൊണ്ടുവന്നത്. നമ്മൾ നേരത്തെ പറയുകയുണ്ടായി, അവിടെ അവർ ചെയ്യുന്നത് അവിടുത്തെ മൊത്തം പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ അവർ വിശദീകരിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ ഓരോ ഫംഗ്ഷൻ ആണ് എടുക്കുന്നത്. അതായത് നിയമനിർമ്മാണം, അതുപോലെ തന്നെ കാര്യനിർവഹണം, അങ്ങനെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ട് ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഏത് രീതിയിലുള്ള സ്ട്രക്ചർ ആണുള്ളത് എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ട്രക്ചറൽ ഫങ്ഷണൽ അനാലിസിസിൽ പാശ്ചാത്യ സംവിധാനങ്ങളെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ മാതൃകയായിട്ട് കണ്ടു. അതായത് അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയിട്ടുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ സിസ്റ്റമാണ് മാതൃക എന്നുള്ളൊരു സമീപനമാണ് ഇവർക്കുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലെ പൊളിറ്റിക്കൽ സിസ്റ്റം പരിശോധിക്കുന്ന സമയത്ത് അവിടെയുള്ള സിസ്റ്റം ഏതാണ്, ആ സിസ്റ്റത്തിന്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, അങ്ങനെയുള്ള രീതിയിലേക്കുള്ള ഒരു പഠനം അവർ നടത്തിയിരുന്നില്ല. കാരണം അവരെ സംബന്ധിച്ചിട്ട് അതിന്റെ ആവശ്യമില്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ ആണ് മാതൃക, മറ്റെല്ലാ രാജ്യങ്ങളും കാലക്രമേണ ആ ഒരു മാതൃകയിലേക്ക് വരും എന്നുള്ളൊരു വിശ്വാസമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓരോ രാജ്യങ്ങളിലെയും സിസ്റ്റത്തിന്റെ മെറിറ്റ്, ഡീമെറിറ്റ് തുടങ്ങിയിട്ടുള്ള പരിശോധനകളിലേക്ക് അവർ പോയില്ല. മറിച്ച് അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്, ആ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിരീക്ഷണം മാത്രമാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായി രൂപീകരിച്ച രാജ്യങ്ങളെയോ പരിവർത്തനപ്പെടുന്ന സംവിധാനങ്ങളെയോ വിലയിരുത്താൻ പ്രാപ്തമല്ല. പുതിയതായി രൂപീകരിക്കപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്, ഈ തിയറിയൊക്കെ രൂപപ്പെട്ടു വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടമാണ്. അതായത് നമുക്കറിയാം, ലോകത്ത് പല രാജ്യങ്ങളിലും ഈ കൊളോണിയലിസം, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ, അതുപോലെ വിദേശ ആധിപത്യത്തിന് ശേഷം പുതിയതായിട്ട് രാജ്യം ഉണ്ടാവുകയും ഭരണഘടന ഉണ്ടാവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം, ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അവിടെ ഈ ഭരണഘടന രൂപീകരിക്കുകയും അതുപോലെ സിസ്റ്റം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത് അതിന്റെ അന്തിമ രൂപത്തിലേക്ക് എത്തിയിരിക്കില്ല. അപ്പൊ ആ രീതിയിൽ ഇത്തരം ഈ സംവിധാനങ്ങളെ വിലയിരുത്തുന്നതിന് ഈ ഒരു സിസ്റ്റം അപര്യാപ്തമായിരുന്നു. കൂടാതെ ജനാധിപത്യേതര സംവിധാനങ്ങൾ വിലയിരുത്താനും സാധിക്കില്ല എന്നതും ന്യൂനതയാണ്. പൊതുവിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നടപ്പിലാക്കുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ആണ് ശരിയായിട്ടുള്ള രീതി, അതാണ് മാതൃക എന്നുള്ളതും. അതുകൊണ്ട് തന്നെ മറ്റുള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെ മെറിറ്റ്, ഡീമെറിറ്റ് തുടങ്ങിയവ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സമീപനമാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ടും വരുന്നത്. മറിച്ച് ഇവർ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫങ്ഷൻസ് ആണ്. അതായത് ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന ഫങ്ഷൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞു, അവിടുത്തെ കാര്യനിർവഹണം ആകാം, അതുപോലെ തന്നെ നിയമനിർമ്മാണം ആയിരിക്കാം. അങ്ങനെയുള്ള ഓരോ ഫങ്ഷൻസ് എടുക്കുകയും ആ ഫങ്ഷൻസ് അവിടെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് മാത്രമാണ് അവരവിടെ വിശദീകരിച്ചിരുന്നത്. അതല്ലാതെ ഒരു സിസ്റ്റത്തിനകത്തുള്ള ജുഡീഷ്യറി എങ്ങനെയാണ്, ബ്യൂറോക്രസി എങ്ങനെയാണ്, ആ ഒരു രീതിയുടെ ഗുണം എന്താണ്, ദോഷം എന്താണ്, ആ രീതിയിലേക്കുള്ള ഒരു പഠനം ഇവർ നടത്തിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഒരു പോരായ്മയായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് സിസ്റ്റത്തിലും അതേ രീതിയിൽ തന്നെയുള്ള പോരായ്മകൾ ഉള്ളതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.